മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14ാം റൗണ്ടിന്റെ സെമി ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. തിരമാലകളുടെ വശ്യതയോടെ ഇശൽ തീരം തൊടുന്ന മനോഹര ഗാനങ്ങളുമായി എത്തിയിരിക്കുന്ന മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14ാം റൗണ്ടിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സംഗീത പ്രേമികൾക്കും സ്വാഗതം. 7 മത്സരാർത്ഥികളുമായി 14ാം റൗണ്ടിന്റെ സെമി ഫൈനൽ സ്റ്റേജ് ഇവിടെ ആരംഭിക്കുന്നു. മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14ാം റൗണ്ടിന്റെ സെമി ഫൈനൽ സ്റ്റേജിലെ കോമ്പറ്റീഷൻസ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ. 14ാം റൗണ്ടിനെ ധന്യമാക്കിയ ഓരോ മത്സരാർത്ഥിക്കും തങ്ങളുടെ കയ്യൊപ്പ് ചേർത്താൻ ഒരു റൗണ്ട്, യെസ്, ചലഞ്ച് റൗണ്ട്. സെമി ഫൈനൽ സ്റ്റേജിലെ നമ്മുടെ ചലഞ്ച് റൗണ്ടിൽ ആദ്യമായി നമുക്ക് മുന്നിലെത്തുന്നു സുൽത്താൻ ബാദുഷാ. ചങ്ങമ്പുഴയുടെ ഹൃദയം കവർന്നോര കറയത്തെ ഗ്രാമഭംഗിയോർ മകളായി കസവിട്ട് കടകളം പാടിയാടി കുതിച്ചോടും നദികളും നാട്ടിൽ നിന്നന്യമായി മലരണി വനികളും അഴകാമരനീർ പാടുവെട്ടിയും കാട് കെട്ടിയും മേട് കെട്ടിയും ഓടികൂട്ടിയും പുഴകളിൽ മണലൂറ്റി കുടിനീരുവറ്റി അറുതിയും പറുതിയും വരുത്തി കൊടുമ്പി മഞ്ഞന്ത്രവണ്ടി പവിത്രതയേറും മണ്ണിൽ കളങ്കം വിതച്ചാത പടച്ചോന്റെ സ്വന്തം നാട്ടിൽ സാത്താൻ വികരിപ്പു മണിത്തണ്ടൽ വീശിയില്ല മലർവാക പൂത്തതില്ല മണ്ണു മാന്തി മാന്തി കൊന്ന് സകലം കുഴികളായി വയലും വരണ്ടുപോയി കാണുമെന്തിന് ഓണമുണ്ടിന് നാണമത്രയും വീണടഞ്ഞ ജനതതി പെരുത്തില്ലേ അഹമ്മദി മുഴുത്തില്ലേ മലയാള പെരുമയിൽ നഗലേ മതി 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 ഇനി മതി കാടുകൾ വെട്ടും കയ്യേറ്റം
നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അതും ചലഞ്ചിങ് റൗണ്ട്. ചലഞ്ച് ആയിരുന്നോ? എങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റിയോ? ഒരു ഉഷാറില്ലാതെന്താ? ഉഷാറുണ്ട്. ഓക്കെ, അപ്പോൾ ചലഞ്ചിങ് റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ബാദുഷാന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു അവസരമാണ് അല്ലേ? നിങ്ങൾക്ക് ശരിക്കും ഞാൻ ഇതാണ്, എനിക്ക് ഇത്രയും ഈ സോങ്ങിലൂടെ ചെയ്യാൻ പറ്റിയോ? കുഴപ്പമില്ലാണ്ടൊക്കെ പാടാൻ പറ്റി അല്ലേ? നന്നായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മുടെ ഇഷ്ടകവി അല്ലേ, നമ്മുടെ പ്രിയ കവി ചങ്ങമ്പുഴയുടെ ഹൃദയം കവർന്ന ആ കേരള നാട്, ആ ഭംഗി മുഴുവൻ നമുക്ക് ആ പാട്ടിൽ കാണാൻ പറ്റി. ഒപ്പം ഇന്നത്തെ നാടിൻ്റെ ഓരോ ദുരവസ്ഥയും അല്ലേ, എന്തൊക്കെ എല്ലാ ഭാഗവും ടച്ച് ചെയ്തിട്ടുള്ളൊരു സോങ് എനിക്കിഷ്ടമായി. ഇനി നമുക്ക് ഫൈസൽ സാറിനോട് ചോദിക്കാം. ഫൈസൽ സാർ, ഈ ചാലഞ്ച് റൗണ്ട് ഇപ്പോൾ നമ്മുടെ സെമി ഫൈനലായി, ഇനി നമുക്ക് അധികം പാട്ടൊന്നും പാടാനില്ല. അപ്പോഴാണ് മോനെ ചാലഞ്ച് ചെയ്ത് തന്നെ പാടിയത് ഇവിടെ. എനിക്ക് ഈ പാട്ടിൻ്റെ ഒരു സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ബാദു ഇവിടെ ചെയ്തൊരു കാര്യം, ഇനി ഈ പാട്ട് അറിയപ്പെടുന്നത് ബാദുഷായുടെ പേരിലാണ് എന്നുള്ളതാണ്. കാരണം ബാദുഷ ഇതിനു വേണ്ടി എഴുതിയതല്ലത്, എഴുതിച്ചതാണ്. എഴുതിയെന്ന് പറയാൻ പറ്റില്ല അല്ലേ, OM കരുവാരെ കൊണ്ട് എഴുതിയതാണ്. അനീഫ മുടിക്കോട് ഈ സ്റ്റൈലിൽ ട്യൂൺ ചെയ്യാൻ വിദഗ്ധനാണ്. ഈ ട്രഡീഷണൽ ഇതേപോലെ വേറൊരു പാട്ടുണ്ട്, ചതുർമലം എന്ന് പറഞ്ഞിട്ട് മോയിൻകുട്ടി എഴുതിയിട്ടുണ്ട്. ആ പാട്ടിൻ്റെ അതേ അളവിൽ എഴുതിച്ചതാണ് ഈ പാട്ട്. എനിക്കിത് എഴുതിയ ആളെക്കുറിച്ച് എനിക്ക് നേരത്തെ മതിപ്പുള്ള ആൾ തന്നെ, അത് ഒന്നുകൂടി മതിപ്പ് കൂടി എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ സോങ് എഴുതാൻ എളുപ്പമാണ്. പക്ഷേ അതേപോലെ നമ്മുടെ മലയാളത്തിൽ വാക്കുകൾ ഇങ്ങനെ കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളത് വലിയൊരു കഴിവ് തന്നെയാണ്. മാത്രമല്ല ഇന്നത്തെ ഒരു പ്രശ്നമാണ്, നമ്മുടെ 14-ാം രാവ് ജനങ്ങളോട് സംസാരിക്കുകയാണ് ഈ പാട്ടിലൂടെ. ഈ കേരളത്തിലെ പഴയ കേരളത്തെ വീണ്ടെടുക്കാൻ നമ്മൾ ഒന്നിക്കണമെന്ന ജയ ജയ കേരളം എന്ന ആഹ്വാനത്തോടു കൂടിയാണ് ഈ പാട്ട് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ടിൻ്റെ മെസ്സേജിന് വലിയൊരു പ്രസക്തിയുണ്ട്. ഇനി ചാലഞ്ച് റൗണ്ടിലാണ് മോനിത് പാടിയത്. ഇപ്പോൾ ജഡ്ജസിനെ അത്ഭുതപ്പെടുത്തുന്ന, പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന, എല്ലാവരെയും ടെൻഷനിലാക്കുന്ന ഒരു പാട്ട് പാടാം എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ റൗണ്ടിൽ ബാദുഷ ഇത് പാടി, ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങളൊക്കെ ബാദുഷ ഇവിടെ കാട്ടി. അപ്പോൾ അത്തരം പാട്ടുകളും ഈ പാട്ടും സാമ്യപ്പെടുത്തുമ്പോൾ അത്രത്തോളം ആയോ എന്നൊരാൾ സംശയം പ്രകടിപ്പിച്ചാൽ അയാളെ കുറ്റപ്പെടുത്താനാവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ടെമ്പോ ഒന്ന് കൂടിയോന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി ഈ പാട്ടുകൾ ഇപ്പം ഇതിൻ്റെ ആശയം വ്യക്തമാവണമെങ്കിൽ എനിക്ക് തോന്നിയതാണ് കുറച്ചിരുന്നെങ്കിൽ ബാദുഷായുടെ ചില കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതിനർത്ഥം ഇത് മോശമായി എന്നൊന്നുമല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. ബാദുഷ കിട്ടിയേ? ഇനി ചോദിച്ചേക്കാം കമൻസ്. രേണു ചേച്ചി ചോദിക്കാം അല്ലേ? രേണു ചേച്ചി. ബാദു നല്ല ചലഞ്ചിങ്. എനിക്ക് ഈ സോങ് നല്ല ഇഷ്ടമായി. കാരണം ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മാഷ് തന്നെ പറഞ്ഞു, പിന്നെ അവസാനം ടെമ്പോ മാഷ് പറഞ്ഞു. ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ പറയേണ്ടത്. അല്ല, ടെമ്പോ എനിക്കും തോന്നിയത് ടെമ്പോ കുറച്ചൊന്ന് കുറച്ചാൽ പക്ഷെ വാക്ക് ക്ലിയർ ആയില്ല എന്നല്ല, മോൻ പാടുന്നതൊക്കെ നല്ല എപ്പോഴും നല്ല സ്ഫുടതയോടുകൂടി തന്നെ നമുക്കിവിടെ കേൾക്കുന്ന എല്ലാ പാട്ടിലും കേട്ടോ. പിന്നെ എനിക്ക് പല്ലവിയിൽ ഒരിത്തിരി വലിയ പിച്ചല്ല, ചെറിയൊരു പിച്ചിൻ്റെ ചെറുതായിട്ടിങ്ങനെ മോനോ അത് അടുത്ത അനുപല്ലവിയും ചരണവും ലാസ്റ്റ് പല്ലവിയിലൊക്കെ അത് കറക്റ്റായിട്ട് അങ്ങോട്ട് ഇതായിട്ടുണ്ട്. അതൊരു ചെറിയൊരു പ്രോബ്ലം കേട്ടോ. അല്ലാണ്ട് എനിക്കിത് കാരണം ഇത്രയും ബൈഹാർട്ട് കുറച്ചൊരു അതെ വാക്കുകൾ എവിടെയും ഒരു സ്റ്റോപ്പില്ല. അയ്യോ, അത് ഒരുപാട് നമ്മളത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. നന്നായിട്ട് അത് പഠിക്കണ്ടേ, അത്രയും വാക്കുകൾ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയത്തൊക്കെ ഇങ്ങനെയുള്ള പാട്ടുകളിലൂടെ നല്ലൊരു മെസ്സേജൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്നാണ്. പിന്നെ എന്തായി നമ്മുടെ സാറ് MG സാറ് വിളിച്ചിട്ടുള്ള ആ വിശേഷം ഒന്ന് ചോദിക്കട്ടെ. പാടി സാറ് പഠിച്ചോ അതോ ആരായിരുന്നു? അതോ ഹേമൻ ചേട്ടൻ അല്ലേ? ചേട്ടൻ എം ചേട്ടനാണോ പാടിപ്പിച്ചത്? അല്ല, ഹേമൻ സാർ. അല്ല ഞാൻ സാർ അല്ല, നമ്മൾ പരിചയം ഉണ്ടായതുകൊണ്ട് ഞാൻ മോൻ ഹേമൻ സാർ എന്ന് പറഞ്ഞു, ഞാൻ ഹേമൻ ചേട്ടൻ എന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. അത് ആൾ നല്ല കീബോർഡ് വായിക്കും, പിന്നെ ആൾ ഒത്തിരി നന്നായിട്ട് പാടും കേട്ടോ, ഗസൽസൊക്കെ നന്നായിട്ട് പാടും. അപ്പോൾ നമുക്ക് പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഹേമൻ ചേട്ടൻ എന്ന് പറഞ്ഞത്.
നന്നായി എങ്ങനെ എങ്ങനെ ഇഷ്ടമായോ അത് കേൾക്കണ്ടേ നമുക്ക് ഇതിലൂടെ പറയണ്ടേ ഇഷ്ടമായോ ഞാൻ ചോദിച്ച വിശേഷം നന്നായിട്ട് പാടി അതല്ലേ പാടിയെന്ന് പറഞ്ഞു അല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങനെ അവസരങ്ങൾ വരട്ടെ, പാദുഷയ്ക്കും വരട്ടെ, പിന്നെ നമ്മൾ അതിൽ നല്ല കുട്ടികളും നന്നായിട്ട് പാടുന്നവരാണ്, അപ്പോൾ അവർക്ക് വേറെ ഇങ്ങനെ ഓരോ അവസരങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ എന്തായാലും പാട്ടിലോട്ട് തന്നെ വരാം. നന്നായിട്ട് തന്നെ പാടി. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നം, അത് ടെമ്പോ ഒത്തിരി ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അങ്ങ് എൻഡിലൊക്കെ ആ ഒരു ബ്രീത്തിൻ്റെയൊക്കെ, പിന്നെ അത് പറഞ്ഞിട്ടും കാര്യമില്ല, എവിടെ ഒരു സ്റ്റോപ്പിനൊന്നും ഒരു ഇതില്ല, അത്രയും വാക്കുകളും കൊണ്ടുവരണമായിരുന്നു. മോനൊരു നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു രണി ചേച്ചി. ഷാൻ സർ, ബാദു സമ്മതിച്ചടാ, ഇത്രയും ലിറിക്സ് നീ ബൈഹാർട്ട് ചെയ്തിട്ട് നീ പാടിയല്ലോ. അത് എനിക്ക് എന്തായാലും പറ്റില്ല. അങ്ങനെ ഞാൻ പഠിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വേറെ എവിടെയെങ്കിലും എത്തിയേനെ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഈ ഒരു ടെമ്പോ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറിക്സ് കുറച്ചുകൂടി എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റും, പിന്നെ ഭാഷക്കും കുറച്ചുകൂടെ ഈസി ആവും. അതുമാത്രം, വേറെ ഇപ്പോൾ ഇന്ന് കേരളം ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും ഇതിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മണൽ മാഫിയ, പ്ലാസ്റ്റിക് എല്ലാം ഉണ്ട്. എ ടു സെഡ് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. പിന്നെ നല്ലൊരു മെസ്സേജാണ്, ഇഷ്ടം പോലെ ലിറിക്സ് ഉണ്ട്. അതൊക്കെ ബൈഹാർട്ട് ചെയ്തിട്ട് പാടി. ആ ഒരു കോൺഫിഡൻസ് എന്തായാലും ഭാഷയുടെ മുഖത്തുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ പാടി. അത് ആ ഒരു കാര്യത്തിൽ എന്തായാലും ഭാഷനെ സമ്മതിച്ചേ പറ്റൂ. കുറച്ചും കൂടി അത് നമുക്ക് എന്ന് വെച്ചാൽ എല്ലാം ആ പാട്ടിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എ ടു സെഡ് കാര്യങ്ങൾ. നമ്മുടെ മുന്നത്തെ കേരളം എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം അല്ലേ, നമ്മുടെ കേരളത്തിന് നമ്മുടെ കേരളമാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എല്ലാം ആ പാട്ടിലുണ്ടായിരുന്നു. ചോദിച്ചു നോക്കാം നമുക്ക്, ചലഞ്ചിങ് റൗണ്ടിൽ എത്ര മാർക്കാണ് നമ്മുടെ ഷാൻ സാർ തരുന്നത്. ഷാൻ സാർ ഇങ്ങനെ കുത്തി കുറിക്കുന്നുണ്ട്, എനിക്ക് കുറേ മാർക്ക് ഇടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ചലഞ്ചിങ് റൗണ്ടിന് വേണ്ടി നമുക്ക് തരാൻ. ഷാൻ സാർ, എന്തായാലും ചാലഞ്ച് എന്ന് പറയുന്ന റൗണ്ടിൽ ഭാഷ ശരിക്കും എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്തു. ശരിക്കും അതൊരു ഈ പറഞ്ഞ പോലെ ഒരു ചാലഞ്ച് ശരിക്കും ഏറ്റെടുത്ത് അതിന് സക്സസ്ഫുൾ ആയിട്ട് വന്നു. അതുകൊണ്ട് എൻ്റെ മാർക്ക് ഹിഡൻ ആണ്. ഹിഡൻ ആണ്. വീണ്ടും ആ സർപ്രൈസ് കയറി വന്നു അല്ലേ. അപ്പോൾ ആ മാർക്ക് അവിടെ അങ്ങനെ ഇരിക്കട്ടെ, എപ്പോൾ പറയുമെന്ന് നമുക്ക് നോക്കാം അല്ലേ. എന്ത് ചെയ്യാം, ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം. സാറും ഹിഡൻ ആണോ മാർക്ക്, അതോ പറയുമോ? 28 മാർക്ക്. 30-ൽ 28 മാർക്കാണ് ഫൈസൽ സാർ നൽകിയിരിക്കണേ. ഇനി നമുക്ക് രഹനത്തയുടെ അടുത്ത് ചോദിച്ചു നോക്കാം, മാർക്ക് ഹിഡൻ ആണോ അതോ മാർക്ക് പറയോ? മാർക്ക് പറയും. ഓക്കെ, 28.5. 28.5 ഔട്ട് ഓഫ് 30, 28.5. ഇനി ഔട്ട് ഓഫ് 10 നമുക്കിപ്പോൾ സെലിബ്രിറ്റി ഗസ്റ്റ് ഇല്ല ഈ റൗണ്ടിൽ. ഔട്ട് ഓഫ് 10 നമുക്ക് ഷാൻ സാറിനോട് ചോദിച്ചു നോക്കാം. 8 ഔട്ട് ഓഫ് 10. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കണ ചലഞ്ച് റൗണ്ടിൽ കിട്ടിയിരിക്കുന്ന സ്കോർ ഔട്ട് ഓഫ് 70, 64.5.